എൻ്റെ പേര് ജാനറ്റ്. ഞാൻ വരുന്നത് പിറവത്തുനിന്നാണ്. ഈ പുണ്യമായ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കിയ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മാർച്ച് മാസം 22-ാം തീയതിയാണ്. എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അമ്മ തന്നെയാണ്. കാരണം ഞാൻ ജോലി ചെയ്തിരുന്നത് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിലെടുത്ത് റിട്രീറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ റിട്രീറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തപ്പോൾ യൂട്യൂബിൽ വന്നത് കൃപാസനത്തിലെ ധ്യാനമാണ്. അപ്പോൾ അത് ഫുൾ ഞാനിരുന്ന് കേട്ടു. അതിനുശേഷം പിന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ റിട്രീറ്റ് എന്ന് അടിച്ചു കൊടുക്കുമ്പോഴും കൃപാസനത്തിലെ ഓരോരോ ധ്യാനങ്ങളാണ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ കേട്ട് എനിക്ക് ഭയങ്കര ഭക്തിയുണ്ടായി. അതിനുശേഷം എനിക്കൊരു വിഷമമുണ്ട്. അതായത് ഇത് ആലപ്പുഴയിലാണുള്ളത്, പക്ഷേ ഇങ്ങോട്ട് ഞാൻ എങ്ങനെ തന്നെ വരും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിഷമം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എൻ്റെ വീട് പിറവത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഞായറാഴ്ച പിറവത്ത് പോയപ്പോൾ കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത് ജിൻസി എന്ന് പറയുന്ന ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി ട്രാവലറിനാണ് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ചേച്ചി എനിക്കൊരു പത്രം തന്നു. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് കൃപാസനം, ഓക്കെ, ഇത് തന്നെയാണ് ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ എങ്ങനെ പോകുമെന്ന് ഓർത്താൽ ഞാൻ ഇരുന്നേന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി അതിന് ഞാൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഞാൻ കൃപാസനത്തിൽ മിക്ക മീൻസ് 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എപ്പോഴാണ് പോകുന്നത്, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ എപ്പോഴും ലീവ് ഒന്നും തരത്തില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, നിനക്ക് സൗകര്യമുള്ളൊരു ദിവസം പറ, അപ്പോൾ അന്നേരം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ജോലിയിൽ നിന്ന് തിരക്ക് കുറവ് ബുധനാഴ്ച ദിവസം, അപ്പോൾ ബുധനാഴ്ച ദിവസം പോകാൻ പറ്റും, ഓക്കെ. അപ്പോൾ ചേച്ചി അങ്ങനെ എന്നെ ഇവിടെ 22-ാം തീയതി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ സാധിച്ചു കിട്ടി. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ പറയാം. ആദ്യത്തേതായിട്ട് എൻ്റെ PCOD മാറി എന്നുള്ളതാണ്. അതായത് ഒരു 2011 മുതൽ എനിക്കൊരു 12 വർഷമായിട്ട് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ പല പല ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ മാറി മാറി കാണിച്ചു. ഓരോ ഹോസ്പിറ്റലിൽ പോവും, അവിടെ ആദ്യം ക്രോമിനേക്ക് തരും, പിന്നെ ഓരോ മരുന്നുകളാണ് മെറ്റ്ഫോർമിൻ തരും. അങ്ങനെ ലാസ്റ്റ് എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യും മരുന്ന്. അങ്ങനെ ഓരോ ഹോസ്പിറ്റലും മാറി മാറി പോവുകയായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും സ്കാൻ എടുക്കും. അപ്പോൾ ഈ PCODയുടെ സിസ്റ്റുകളുടെ എണ്ണം കൂടുന്നു, അതുപോലെ തന്നെ ഉള്ള സിസ്റ്റിൻ്റെ സൈസ് കൂടുന്നു എന്നല്ലാതെ ഒരിക്കലും അതൊരു കുറവായിട്ട് കാണുന്നില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം വർഷങ്ങൾ കൂടുന്തോറും ഇതിൻ്റെ എണ്ണം ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നിയോഗത്തിൽ വെച്ചു PCOD മാറണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് പോയി വൈകുന്നേരം ഞാൻ എൻ്റെ സായാഹ്ന പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എൻ്റെ അടിവയറിൽ തൈലം പൂശി കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അതിനുശേഷം മാർച്ചിൽ ഇവിടെ വന്നേ. അപ്പോൾ ഏപ്രിൽ മാസം എനിക്ക് വിദേശത്തോട്ട് പോകേണ്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു വിസ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് വാക്സിനൊക്കെ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലക്ഷോർ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ, വാക്സിൻ എടുക്കാം, പക്ഷേ അതിന് മുന്നേ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ തന്നെ അബ്ഡോമൻ സ്കാനും ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാൻ കയറി. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ USG ചെയ്യുന്ന ഡോക്ടർ ചോദിച്ചു, എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, PCOD മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. PCOD എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് എനിക്കുള്ളത് കൊണ്ട് അതൊരു യൂസ്ഡായി പോയി. ഞാൻ മീൻസ് അങ്ങനെ ഒരു അസുഖമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അതിനെ. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അസുഖം എനിക്കുണ്ട്, അത് കുറേ വർഷമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് അതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ, എല്ലാ പ്രാവശ്യം ഞാൻ സ്കാൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഡോക്ടറിനൊരു ക്ലാരിഫിക്കേഷൻ, ഡോക്ടറിനൊരു വ്യക്തമായിട്ട് കിട്ടാൻ വേണ്ടി വേറൊരു അസിസ്റ്റൻറ്റ് ഡോക്ടറുണ്ട്. അപ്പോൾ ആ ലേഡി ഡോക്ടറിനെ വിളിച്ച് കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇതിനകത്ത് PCODയുടെ ഒന്നും കാണുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു 12 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ഒരു USG സ്കാൻ കിട്ടി. നോർമലാന്ന് പറഞ്ഞ ഒരു USG സ്കാൻ എനിക്ക് ആദ്യമായിട്ട് കിട്ടി. പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മദർ-ഇൻ-ലോയുടെ BP കൺട്രോൾഡ് ആയതാണ്. അതായത് മമ്മിക്ക് ഒരു 25 വർഷമായിട്ട് BPയുടെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. മമ്മി US-ലാണ്. മമ്മി ഒരു ടാബ്ലറ്റ് ഒന്നുമല്ല, 3 ടാബ്ലറ്റാണ് BPയുടെ കഴിക്കുന്നത്. എന്നിട്ടും എല്ലാ പ്രാവശ്യവും മമ്മി ചെക്ക് ചെയ്യുമ്പോൾ മമ്മിയുടെ BPയുടെ ലെവൽ എന്ന് പറയുന്നത് 170, 180 ആ ഒരു റേഞ്ച് വിട്ട് താഴത്തോട്ട് പോകാറേ ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സെപ്റ്റംബറിൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഇവിടുത്തെ ഉടമ്പടിയുടെ ഉപ്പും അതുപോലെ തന്നെ തേനും പിന്നെ ഇവിടുത്തെ കൊന്തയൊക്കെ മമ്മിക്ക് കൊടുത്തു വിട്ടു. അതുപോലെ തന്നെ ഉടമ്പടിയുടെ പ്രാർത്ഥനകളുള്ളൊരു ബുക്കും മേടിച്ച് കൊടുത്തു വിട്ടു. മമ്മി അത് പ്രാർത്ഥിച്ചു, ഉടമ്പടി വസ്തുക്കളെല്ലാം യൂസ് ചെയ്തു. അതിനുശേഷം ഒക്ടോബർ മാസത്തിൽ മമ്മിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു.
റെഗുലർ ആയിട്ടുള്ളൊരു ചെക്കപ്പ്. അപ്പം മമ്മി അവിടെ ചെന്ന് നോക്കി വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് നോർമലായിട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മമ്മിക്ക്, എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി മമ്മിയുടെ BP നോർമലാണ്, ഇപ്പോൾ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 120/80 ഉള്ളൂ. അതായത് മമ്മിക്ക് ഇതുവരെയുള്ള ഹോസ്പിറ്റലൊക്കെ പോയതിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മമ്മി BP മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് മമ്മിക്ക് നോർമലായിട്ടുള്ള ഒരു BP കണ്ടതെന്ന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. അടുത്ത സാക്ഷ്യം എൻ്റെ മൈഗ്രെയിൻ ഹെഡേക്ക് മാറിയതാണ്. എനിക്ക് 4 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. മിക്ക ദിവസവും തന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പാരസിറ്റമോൾ കഴിച്ചിട്ട്, മീൻസ് റൂംമേറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ റൂംമേറ്റിനോട് പറയും എനിക്ക് ഭയങ്കര തലവേദന, നീ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ ഓക്കെയാണ്, അവൾ സഹകരിക്കും. ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് പാരസിറ്റമോളും കഴിച്ചിട്ടാണ് ഞാൻ മിക്ക ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യാറ്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മീൻസ് മാർച്ചിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ എനിക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് വന്നിട്ടില്ല. ഇനി അടുത്ത ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിൻ്റെ അഡ്മിഷൻ്റെ കാര്യമാണ്. അതായത് എൻ്റെ കസിന് ഹംഗറിയിൽ നേഴ്സിങ്ങിന് വേണ്ടി അഡ്മിഷനായിട്ട് പ്രോസസ്സിങ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി അവളും പപ്പയും കൂടെ ബോംബെയിൽ പോയി. അപ്പോൾ അന്നേരം അവർക്ക് അഡ്മിഷൻ വേണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയാവണമായിരുന്നു. പക്ഷേ ഇവൾക്ക് 17.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഏജൻസി പറഞ്ഞു 18 വയസ്സാവാതെ അഡ്മിഷൻ കിട്ടത്തില്ല, അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു നോട്ടറിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ പപ്പയ്ക്ക്, മീൻസ് നമുക്ക് അറിയാത്തൊരു സ്ഥലമാണല്ലോ, അപ്പോൾ എവിടെ ചെന്ന് നോട്ടറിനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് പപ്പ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആരും അറിയത്തില്ല. അവർ അന്ന് തന്നെ വൈകുന്നേരം നാട്ടിലോട്ട് തിരിച്ചു പോകാൻ ഫ്ലൈറ്റും ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ പപ്പ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് നോട്ടറിനും ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് വൈകുന്നേരം തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരൊരു ഓപ്ഷൻ പറഞ്ഞു, ഇവളുടെ മമ്മി ബഹ്റൈനിലാണ്, അപ്പം മമ്മിയോട് ഡയറക്റ്റ് ഇവരുടെ ഏജൻസിക്ക് ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു. പക്ഷേ മമ്മി നേഴ്സായിട്ട് ബഹ്റൈനിൽ വർക്ക് ചെയ്യുവാണെങ്കിലും മമ്മിക്ക് ഇങ്ങനെ ടെക്നിക്കലി അങ്ങനെ നോളജ് ഒന്നുമില്ല. മമ്മിക്ക് മൊബൈലിൽ അങ്ങനെ ജസ്റ്റ് കോളൊക്കെ എടുക്കാൻ മാത്രമേ അറിയുള്ളൂ, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല. അപ്പം അവളുടെ മമ്മി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി അത് ഫോട്ടോ എടുത്തു ഇവളുടെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അപ്പോൾ അത് മാത്രമാണ് ഇവർ യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്തത്. അന്നേരം ഈ ഏജൻസിക്കാർ പറഞ്ഞായിരുന്നു ഇത് 99% ഉറപ്പാണ്, ഇത് യൂണിവേഴ്സിറ്റി റിജക്റ്റേ ആക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു, കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. ഇവർ നാട്ടിൽ തിരിച്ചു വന്നു. അതിന് ശേഷം ഞങ്ങൾക്ക് വേറൊരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പോയപ്പോൾ ഞാൻ അവൾക്ക് മലയാളം അറിയില്ല, സോ ഞാൻ ഇംഗ്ലീഷ് പത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് പത്രം ഞാൻ അവൾക്ക് കൊടുത്തു. പിന്നെ അവൾക്ക് ഇവിടുത്തെ ഉപ്പും തേനും കൊടുത്തു, പിന്നെ അതുപോലെ തന്നെ കൊന്തയൊക്കെ കൊടുത്തു. പിന്നെ അവളോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എനിക്ക് വിശ്വാസ പ്രമാണം അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിനക്ക് നന്മ പറഞ്ഞ അറിയാമല്ലോ, അത് ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഓഗസ്റ്റ് 30 ഇവളുടെ ചേച്ചിയും ഹംഗറിയിൽ തന്നെയാണ് വേറൊരു കോഴ്സ് ഫാംഡി എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇവളുടെ അഡ്മിഷൻ്റെ വിസ ഒന്നും വരുന്നതിന് മുന്നേ ഇവർ രണ്ടുപേരും കൂടെ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്, 2 പേർക്കും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടി. അപ്പോൾ 30 ഫ്ലൈറ്റിന് പോകാനിരുന്ന അവർ 28 വരെ വന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു 5 മണിയാവാൻ നേരത്ത്. പക്ഷേ ആ 28 4:30 ആയപ്പോഴത്തേനും ഇവൾക്ക് മീൻസ് അനീതിക്ക് വിസ വന്നു, ഹംഗറിയിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് 2 പേർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അവർക്ക് മീൻസ് അനീതിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ വേറൊരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇവിടെ കൃപാസനത്തിലുള്ള വിശ്വാസം കൂടിയെന്ന് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അനീതിയുടെ ഒരു കല്യാണത്തിൻ്റെ കാര്യമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി അവൾ മാട്രിമോണിയിൽ കൊടുക്കാതെ നീ നിൻ്റെ വീട്ടിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞു, നീ ഹോസ്റ്റലിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകാൻ വേണ്ടി ഞാൻ ഒരു ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ആ ചേച്ചിയുടെ കൂടെ പോകണ്ട, ഞാൻ സെപ്റ്റംബറിൽ വരും, സെപ്റ്റംബറിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ എന്തായാലും ആ ചേച്ചിയോട് പറഞ്ഞു പോയി, ചേച്ചി വണ്ടിയും ബുക്ക് ചെയ്തതാണ്, ഇനിയിപ്പോൾ എങ്ങനെയാണ് മാറ്റുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഞാനിവിടെ അമ്മയുടെ അടുത്തല്ലേ വരുന്നത്, എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് 22 മാർച്ചിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ പ്രദക്ഷിണൊക്കെ കൂടി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വെളിയിൽ പോയി
ഫാത്തിമ മാതാവില്ലേ, ആ ഗ്രോട്ടോയുടെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫോൺ തുറന്നു നോക്കുന്നത്. കാരണം അതുവരെ ഞാൻ ഫോൺ തുറന്നു നോക്കിയില്ല. തുറന്നു നോക്കിയാൽ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ വാട്സപ്പ് മെസ്സേജുകൾ വരും. അപ്പോൾ അതൊന്നും കണ്ട് എൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കിയിട്ടിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ ഫ്രണ്ടിലെ ഉടമ്പടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേനും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ എൻ്റെ കാര്യങ്ങളും നീ എന്നോട് പറയാതെ കൃപാസനത്തിൽ പോയില്ലേ, നീ എൻ്റെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല, നിനക്ക് നിൻ്റെ അമ്മയുടെയും സഹോദരിയും പറയുന്ന വാക്കുകളൊക്കെ നീ കേട്ടാൽ മതി, അതുകൊണ്ട് ഞാൻ നിന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ജസ്റ്റ് 6 മാസമേ ആയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ സന്തോഷിച്ച് നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം എൻ്റെ ഹസ്ബൻഡിന് മാനസാന്തരം ഉണ്ടായി. അതായത് ഹസ്ബൻഡ് മീൻസ് അനീത്തി മാട്രിമോണിയിൽ ഇട്ടു, അവളുടെ കല്യാണം ഫിക്സാക്കി. അടുത്ത ജനുവരിയിൽ അവളുടെ കല്യാണമാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബറിൽ നാട്ടിൽ വന്നപ്പോൾ ആൾക്ക് മാനസാന്തരം ഉണ്ടായി. ആൾ എൻ്റെ കൂടെ ഇവിടെ കൃപാസനത്തിൽ വന്നു. അതായത് ഞാൻ അന്ന് ഉടമ്പടി എടുത്ത സമയത്ത് അമ്മയോട് ഇങ്ങനെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ എനിക്ക് ഡൈവോഴ്സ് ചെയ്യാനൊന്നും, കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഇങ്ങനെ നമ്മളെ വെറുതെ ഇങ്ങനെ വഴക്കായിട്ട് പറയുന്ന പോലെ പറയുന്നതാണ്. അപ്പോൾ അമ്മയുടെ മുൻപിൽ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന ആളാണ് ഞാനിങ്ങനെ നേർന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ വരാനിടെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡ് അമ്മയുടെ വലിയൊരു ഭക്തനാണ്. അതുപോലെ തന്നെ എന്നോട് എപ്പോഴും കൃപാസനത്തിൽ പോകുമ്പോൾ പറഞ്ഞു വിടും, ഇങ്ങനെ ഉപ്പ് മേടിച്ചുകൊണ്ട് വരണം, മറ്റേ കൊന്തകളൊക്കെ മേടിച്ചുകൊണ്ട് വരണം. ഇന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊന്തകൾ മേടിച്ചുകൊണ്ട് വരണം. ഹസ്ബൻഡിൻ്റെ ഒരു കസിൻ വരുന്നുണ്ട് നാട്ടിൽ, അവൻ്റെ കൊടുത്തു വിടാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇത് മാത്രമല്ല, വേറെയും കുറച്ച് അനുഗ്രഹങ്ങളുണ്ട്. അതായത് ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് നെയ്ബേഴ്സിൻ്റെ കോഴികളെയൊക്കെ ഇങ്ങനെ വിഷം വെച്ച് കൊല്ലുമായിരുന്നു. ഒപ്പം തന്നെ എന്തെങ്കിലും മീൻസ് ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന പൂച്ചകളെയൊക്കെ അവർ ചുമ്മാ കത്തി വെച്ച് വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ ആരോടെങ്കിലും കൊല്ലാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ ഉപ്പാണ് ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പ് ഞങ്ങളുടെ കറിക്ക് ഇടുന്ന ഉപ്പിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ 1 വർഷമായിട്ട് അവിടെ ഒരു കോഴീനെ ഒരു മൃഗങ്ങളെ പോലും അവിടെ കൊന്നിട്ടില്ല. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ കുറേ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു കാര്യം, ഞാൻ 2 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചു എന്നുള്ളതാണ്. പിന്നെ കോവിഡിൻ്റെ സമയത്തായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. ആ സമയത്ത് നമുക്ക് ഓപ്ഷനില്ല, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഓപ്ഷനില്ല, എല്ലാവരും ഓൺലൈനിലാണ് കുർബാന കൂടിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം കോവിഡിൻ്റെ റെസ്ട്രിക്ഷനൊക്കെ മാറ്റിയെങ്കിലും എനിക്ക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലിലാണെങ്കിൽ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഞായറാഴ്ച ഓൺലൈനായിട്ടാണ് കൂടിക്കൊണ്ടിരുന്നത്. വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകത്തുണ്ടായിരുന്നുള്ളൂ. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും ഞാൻ മുടക്കാതെ വിശുദ്ധ കുർബാന കൂടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ മീൻസ് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പത്രം തരുമ്പോൾ ഒക്കെ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ജസ്റ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് 1-2 പേരെ മാക്സിമം മാത്രം ഉള്ള സാഹചര്യത്തിൽ ഞാൻ അവർക്ക് പത്രം കൊടുക്കുമായിരുന്നു. കാരണം ഒരു ഹോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ പോയി എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. അതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വാർഡുകളിലൊക്കെ പോവും. അവിടെ എല്ലാ പേഷ്യൻസിനും പത്രം കൊടുക്കും. മാത്രമല്ല ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് കുറേയും കൂടെ ആത്മധൈര്യം കിട്ടി. അപ്പം ഞാൻ പബ്ലിക്കായിട്ടുള്ള പ്ലേസ്, അതായത് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ബസ്സിലിരിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരിലും അതായത് പബ്ലിക്കായിട്ടുള്ള ഒരു സ്പേസിൽ പോയി എനിക്ക് ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ എനിക്കൊരു ധൈര്യം കിട്ടി. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പത്രം കൊടുക്കാൻ നേരത്തെ ഇവിടുന്ന് കിട്ടുന്ന പത്രമെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇപ്പോൾ എല്ലാ പത്രത്തിലും ഞാൻ കുരിശ് വരച്ച് ഒരു നന്മ പറഞ്ഞു പറയുമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈ പത്രം ആരുടെ കയ്യിലാണല്ലോ കിട്ടുന്നത് അവർക്ക് അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണേ എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ആ പത്രത്തിൽ കുരിശ് വരച്ച് നന്മ പറഞ്ഞു പറയുമേ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ആദ്യമേ പത്രം എല്ലാവർക്കും കൊടുക്കാൻ നോക്കുന്നത്. അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലാണ് കുറേ നന്നായിട്ട് എനിക്ക് വളരാൻ സാധിച്ചു. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനും അമ്മേനെ അനുവദിച്ചതിൽ ഒത്തിരി നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരുപിടി അനുഭവങ്ങൾ ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരെ പ്രത്യേകിച്ച് അവസാനം പറഞ്ഞതുപോലെ നമ്മളൊരു ആത്മീയമായിട്ടൊരു മാറ്റമാണ് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് അത് വ്യക്തമാണ്. ഒരു പക്ഷേ നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളുമൊക്കെ നമ്മുടെ ആത്മീയതയുമായിട്ടൊരല്പം ബന്ധപ്പെട്ട് കിടപ്പുണ്ട് എന്നുള്ളത് ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഈശോയുടെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ ഒരു സമയത്തൊക്കെയും കർത്താവ് ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ജനങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് എടുത്തതിന് ശേഷമാണ് കർത്താവ് തൻ്റെ വലിയ വലിയ ദൈവിക രഹസ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും. അതുപോലെ തന്നെ ഉടമ്പടിയിലും ഒരു വ്യക്തി അനുഭവിക്കുന്നത് അതാണ്. ആദ്യം അവൻ്റെ ജീവിതത്തിലെ
ചെറുതും അല്ലെങ്കിൽ മാറാനാവാത്ത പല കാര്യത്തിലും ദൈവം ഒരു ഇടപെടൽ നടത്തും. ആ ഇടപെടലിന് ശേഷം ആ വ്യക്തിനെ ദൈവം പ്രാർത്ഥനയിൽ വളർത്തും എന്നുള്ളതാണ്. അത് നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കുമ്പം ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ സാക്ഷ്യം അവസാനിച്ചപ്പോഴും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ ലഭിച്ചതെന്ന് പറയുന്നത് തന്നെയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. ഒരു പക്ഷേ നിയോഗങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന 6 നിയോഗങ്ങളായിരിക്കത്തില്ല, ഒരു പക്ഷേ അടുത്തൊരു മണിക്കൂർ കഴിയുമ്പോൾ പോലും നമ്മുടെ നിയോഗങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. പക്ഷേ നിത്യമായിട്ട് മാറാത്തൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ ഒരു സാക്ഷ്യത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം അനുഭവങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അത് എല്ലാ സാക്ഷ്യങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു 2ാമത് 3ാമത് ഒരാളുടെ കാര്യം റെഫർ ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന അനുഭവങ്ങളോടൊപ്പം നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തുവും മാതാവും എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സത്യമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുവാനായിട്ട് കർത്താവ് നമ്മളിലൂടെയും അടയാളങ്ങൾ പ്രവർത്തിക്കും. ഒരു പക്ഷേ ചിലരുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ ചെയ്ത കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുമുണ്ട്. 3ാമത് ദൈവത്തിൻ്റെ 10:32 മത്തായി പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൽ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുമെങ്കിൽ നിങ്ങളെയും സ്വർഗത്തിൽ ഞാൻ ഏറ്റുപറയും എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യത്തിൻ്റെ ഒരു സുവിശേഷമുണ്ട്. അതായത് ഈ ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെയും മാതാവിനെയും അവതരിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴൊക്കെ അത് സ്വർഗം അംഗീകരിക്കുന്നൊരു ശുശ്രൂഷയാണ് എന്നുള്ള കാര്യം ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം കർത്താവ് ഇത് ആഗ്രഹിച്ചതുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അരുളി ചെയ്തതും. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ദേവാലയവും ഇന്ന് നമുക്ക് ഈശോനെയും മാതാവിനെയും ഒക്കെ അറിയാനായിട്ട് ഇടവന്നത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരല്ലല്ലോ. ഇതുപോലെ കർത്താവിനെ അറിഞ്ഞവർ നാടും വീടും ഊരും വിട്ട് ഇവിടെ വന്ന് വചനം പ്രഘോഷിച്ച് കർത്താവിനെയും മാതാവിനെയൊക്കെ പരിചയപ്പെടുത്തി വിശുദ്ധന്മാരെയൊക്കെ പരിചയപ്പെടുത്തി തന്നതുകൊണ്ടാണ് നമുക്കിന്ന് ഇതൊരു ദേവാലയം പോലും ഉണ്ടായത്. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് ഇത്, അറിഞ്ഞവർ അറിയാത്തവർ അറിയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ വരുന്ന മേഖലയെന്ന് പറയുന്നതും ഈ ക്രിസ്തു കൈമാറ്റത്തിലാണ്. അപ്പോൾ നമ്മളിത് ചെയ്തു തുടങ്ങുമ്പോൾ ദൈവം അതിനെ ആശീർവദിക്കും, നമുക്ക് ബോധ്യപ്പെടുത്തി തരും നീ ചെയ്യുന്നത് നന്മയാണെന്നുള്ളത്. അത് എത്രത്തോളം ഒരുക്കത്തോടെ ചെയ്യുന്നു അത്രത്തോളം ബോധ്യം ദൈവം നൽകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അതിൻ്റെ ഒരു മാർഗം മാത്രമാണ് ഈ ഒരു പത്ര വിതരണം എന്ന് പറയുന്നത്. ഇപ്പം ഈ മകളും ആരോ കൊടുത്തൊരു പത്രം കണ്ടിട്ടാണ് വന്നത്. ഒരു പക്ഷേ കൊടുക്കുമ്പോൾ അത് പ്രാർത്ഥനാപൂർവ്വം കൊടുക്കുമ്പോൾ അത് വായിക്കുന്നവർക്ക് അങ്ങനെ ഒരു അനുഭവം ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഇങ്ങനെ ആരോ വെച്ചു മറന്ന, ആരോ കൊടുത്ത, ആരോ വെച്ചിട്ട് പോയ പത്രം വായിച്ച് ഞാൻ ഇവിടെ വന്നു, അമ്മയെ കാണുവാനും സംസാരിക്കുവാനും ജീവിതത്തിൽ മാറ്റങ്ങളും ജീവിതത്തിൽ തിരിച്ചു വന്നെന്നുള്ള എത്രയോരോ സാക്ഷ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു കൈമാറ്റത്തിൻ്റെ ഈ ഒരു നൂതന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിച്ചുള്ള സാക്ഷ്യങ്ങളോടൊപ്പം ഇത് വലിയൊരു ശക്തിയാണെന്നുള്ള കാര്യം ദൈവം സാക്ഷ്യങ്ങളോട് അംഗീകരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇനി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പം ഇതുപോലെ ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ ഏറ്റുപറയുവാനായിട്ടുള്ള ഇതിലും വലിയ അനുഭവങ്ങളും അടയാളങ്ങളും ഒപ്പം സ്ഥിരീകരണങ്ങളും ദൈവം നൽകട്ടെ. പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഈശോയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.